സകല മനുഷ്യരും പാവങ്ങൾക്കായി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്ന് നമ്മളെല്ലാവരും ക്രിസ്തുവിന്റെ സ്നേഹത്തിലായിരിക്കുന്നു. യേശുക്രിസ്തുവിനെ സ്വീകരിച്ചിരിക്കുന്ന, രക്ഷകനാഥനുമായി സ്വീകരിച്ചിരിക്കുന്ന എല്ലാവരും ക്രിസ്തുവിൽ സ്നേഹത്തോടെയും സമാധാനത്തോടെയും ഇന്നും ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നല്ലോ എന്നോർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയും. പക്ഷെ ഒരു കാലത്ത് യേശു ദൈവമാണോ, ബൈബിള് ദൈവികമാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് എം അക്ബറും കൂട്ടരും കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം ഓടി നടന്ന് പല പ്രോഗ്രാമുകൾ ചെയ്തു. ഇന്ന് പക്ഷെ അവർ ചെയ്യാൻ ഇതെല്ലാം മടിക്കുന്നു. കാരണം ക്രിസ്ത്യാനികളായിട്ടുള്ളവർ ഖുറാനും ഹദീസും ബാക്കിയുള്ള പുസ്തകങ്ങളും വായിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കിയതിൻ്റെ വെളിച്ചത്തിൽ അവർക്കൊരു ഡിബേറ്റിന് പോലും വരുവാൻ സാധ്യമാകുന്നില്ല. ഒരു കാലത്ത് ഇവർ പറഞ്ഞതാണ്, നിങ്ങൾ ഞങ്ങളോട് ചോദിക്കൂ, ഞങ്ങളോട് മറുപടി എന്താണ് ഞങ്ങളുടെ കയ്യിൽ ഇല്ലാത്തത്? ഞങ്ങളുടെ കയ്യിൽ വേണ്ടുവോളം മറുപടിയുണ്ട്, ഞങ്ങൾക്ക് മറുപടികൾ പറയാനേ ഉള്ളൂ. അങ്ങനെ കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പ്രോഗ്രാമുകൾ നടത്തി, സ്റ്റേജുകളൊക്കെ നടത്തി, സ്നേഹ സംവാദം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഖുറാനും ഹദീസും അറിയാൻ വയ്യാത്ത കുറെ ആൾക്കാരെ, ക്രിസ്ത്യാനികളായിട്ടുള്ളവരെ, ഹിന്ദുക്കളായിട്ടുള്ളവരെയും വിളിച്ച് സ്റ്റേജിൽ ഇരുത്തുകയും അവിടെ അള്ളാഹുവിന്റെ തന്ത്രം പ്രയോഗിക്കുന്നത് പോലെ എം അക്ബറും കൂട്ടരും തന്ത്രം പ്രയോഗിച്ച് പലരെയും വെട്ടിലാഴ്ത്തുകയൊക്കെ ചെയ്തിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പോഴും പല ആൾക്കാരും പോയി വീഴുന്നുണ്ട്, ഇല്ലാന്നൊന്നും പറയാൻ പറ്റത്തില്ല. പഴയ ആൾക്കാരും പോയി അതിൻ്റെ അകത്ത് വീഴുകയും അതിൽ അവര് മുങ്ങിത്താഴുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു പരമമായ സത്യമാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന രീതിയിൽ തന്നെ പല ആൾക്കാരും പോയി ഇപ്പോഴും വീഴുന്നുണ്ട്. പല ആൾക്കാരും കയറി വരാൻ പറ്റാത്ത രീതിയിൽ അവരുടെ പിടിയിൽ അകപ്പെട്ടും ഒക്കെ ഇരിക്കുകയാണ്. ഇവിടെ നമ്മൾ വളരെ ശ്രദ്ധയോടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു സമയത്ത് എം അക്ബറും കൂട്ടരും ഒരു സ്റ്റേജ് പ്രോഗ്രാം നടത്തിയാൽ അതിനുശേഷം അവിടെ ഒരു ചോദ്യോത്തരവേള വെക്കും. ഈ ചോദ്യോത്തരവേളയിൽ എം അക്ബറിന്റെ അടുത്ത് വന്ന് പല ആൾക്കാരും ചോദ്യങ്ങൾ ചോദിക്കും. അദ്ദേഹം എഴുന്നേറ്റ് വന്നിട്ട് ഇപ്പോൾ ഈ സഹോദരൻ ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മറുപടി പറയാൻ വരുമെങ്കിലും തക്കതായിട്ടുള്ള മറുപടി അവിടെ കൊടുക്കുകയില്ല. അങ്ങനെ ചില ചോദ്യങ്ങൾ ചോദിച്ചതിൽ നിന്ന് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്ന മറുപടികളെ നമുക്കൊന്ന് നോക്കാം. ഈ ചോദ്യവും ഇതിനുള്ള മറുപടി നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. എൻ്റെ ചോദ്യമല്ല, ആ സുഹൃത്തിൻ്റെ ചോദ്യമാണ്. അദ്ദേഹം സ്ഥലത്തുണ്ടാകും എന്ന് തോന്നുന്നു. അനുവദിക്കുകയാണെങ്കിൽ ചോദിക്കാം. യേശു ആ സുഹൃത്ത് എന്നോട് ചോദിച്ചു, നിങ്ങൾ പറയുന്നത് പ്രവാചകൻ കാരുണ്യമാണ് എന്ന്. യേശു ക്രിസ്തു ഒരു ഭാഗത്ത് ഒരു മൊത്തിക്കടിച്ചാൽ മറ്റൊരു മൊത്തിയും കൂടി കാണിച്ചു കൊടുക്കുന്ന യേശു ക്രിസ്തുവിനെ അല്ലേ കാരുണ്യം? നിങ്ങളുടെ റസൂൽ എല്ലാത്തിനും പ്രകടിപ്പിച്ച റസൂലാണല്ലോ. പിന്നെ യുദ്ധങ്ങളും മറ്റും ചെയ്ത പ്രവാചകനാണല്ലോ. അതുകൊണ്ട് ഈ കാരുണ്യത്തിൻ്റെ പ്രവാചകൻ, കാരുണ്യത്തിൻ്റെ ആൾ യേശു ക്രിസ്തുവല്ലേ എന്നൊരു ചോദ്യം എനിക്ക് അദ്ദേഹത്തിന് മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ദയവായി എനിക്ക് വേണ്ടി മറുപടി പറയണം എന്ന് അഭ്യർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവല്ലേ കാരുണ്യത്തിൻ്റെ പ്രവാചകൻ എന്നാണ് ചോദ്യം. തീർച്ചയായും യേശുവും കാരുണ്യത്തിൻ്റെ പ്രവാചകനായിരുന്നു എന്നാണ് ഉത്തരം. പക്ഷേ ആ യേശു ഒരു മുഖത്തടിച്ചാൽ മറ്റേ മുഖം കാണിച്ചു കൊടുക്കാൻ പറയുന്ന യേശു അല്ല. അങ്ങനെ ഒരു യേശു ജീവിച്ചിരുന്നതായി നമുക്കറിയില്ല, ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം യേശു ക്രിസ്തു ജെറൂസലേമിലെ പള്ളിയിലേക്ക്, സിനഗോഗിലേക്ക് ചെന്ന് അവിടെ കള്ളക്കച്ചവടം നടത്തുന്ന ആളുകളോട് ശക്തമായി പ്രതികരിക്കുകയാണ്. എന്താ പറയണത്? വെള്ളപൂശിയ തടവറകളെ, ഈ പള്ളിക്കകത്താണോ നിങ്ങളുടെ കള്ളക്കച്ചവടം? പോകുവിൻ പുറത്ത്. എന്താ ഈ ഒരു മുഖത്തടിച്ചാൽ മറ്റേ മുഖം കാണിച്ചു കൊടുക്കുക എന്ന്? ഇത്ര ഒരു അപ്രായോഗികമായ, ലോകത്തൊരിക്കലും ഉണ്ടായിട്ടില്ലാത്തൊരാശയം പറയാൻ വളരെ എളുപ്പമാണ്. ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനിക്ക് പറ്റുമോ? അതിൻ്റെ അർത്ഥം എന്താ? ഒരു ക്രൈസ്തവന്റെ വീട്ടിൽ നിന്ന് 10,000 രൂപ ഒരാൾ കട്ടുകൊണ്ടുപോകുന്നു. അയാൾ കാണാത്തൊരു 10,000 രൂപ ഉണ്ട്. അയാളെ വിളിക്കണം, കള്ളനെ വിളിക്കണം. ഇതാ ഒരു മുഖത്ത് നീ അടിച്ചല്ലോ, ഒരു മറ്റേ മുഖം പിടിച്ചോ. അതേപോലെ തന്നെ ഒരു സഹോദരിയെ ബലാത്സംഗം ചെയ്യുന്നു, അയാളെ വിളിക്കണം, ഇതാ മറ്റേ സഹോദരിയും പിടിച്ചോ. ഇതല്ലേ ഒരു മുഖത്തടിച്ചാൽ മറ്റേ മുഖം കാണിച്ചു കൊടുക്കുക എന്നാൽ? ഇസ്ലാം പറയുന്നത് പാടില്ല എന്ന് തന്നെയാണ്, സംശയമൊന്നും വേണ്ട. അത് പാടില്ല എന്ന് തന്നെയാണ്. എങ്ങോട്ട് ഒരു മുഖത്ത് അടിക്കുകയാണെങ്കിൽ മറ്റേ മുഖം അതടിക്കുമ്പോൾ കൈ പിടിക്കാൻ കഴിയുമെങ്കിൽ പിടിക്കണം,
പിടിക്കാൻ സാധ്യതയില്ലെങ്കിൽ ഓടി രക്ഷപ്പെടുമെങ്കിലും വേണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. നിങ്ങൾ കേട്ടല്ലോ. അവിടെ യേശു പറയുന്നത് എന്താണ്? സിനഗോഗിലേക്ക് കടന്നു ചെന്നിട്ട് എന്താണ് പറഞ്ഞത്? വെള്ള തേച്ച ശവക്കല്ലറകളെയെന്ന്. അതെവിടാ പറഞ്ഞിരിക്കുന്നത്? ഈ എം എം അക്ബറിന്റെ കള്ളത്തരം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. വെള്ള തേച്ച ശവക്കല്ലറകളെ എന്ന് വിളിച്ചുകൊണ്ട് യേശു ക്രിസ്തു അങ്ങോട്ട് ചെന്നു. വെള്ള തേച്ച ശവക്കല്ലറകളെ എന്നല്ല പുള്ളി അവിടെ പറയുന്നത്. പുള്ളിക്ക് ഇത് വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പൊ ഈ വെള്ള തേച്ച ശവക്കല്ലറകളെ എന്ന് വിളിച്ചുകൊണ്ട് യേശു ക്രിസ്തു അവിടെ ചെന്നു എന്നാണ് എം എം അക്ബർ പറയുന്നത്. ഈ വാക്കിനെ ഇട്ടുകൊണ്ട് അമ്മാനമാടുന്ന ഈ എം എം അക്ബറിനോട് ചോദിക്കുകയാണ്, ഈ ബൈബിള് വായിക്കാതെയായിരുന്നോ ഇങ്ങോട്ട് വന്നത്? ബൈബിള് വായിക്കാതെയായിരുന്നോ ഇങ്ങോട്ട് വന്നത്? ഈ മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം അതിന്റെ 27-ന്റെ അകത്ത് പറയുകയാണ്, 24 മുതൽ വായിക്കാം. കുരുടന്മാരായ വഴികാട്ടികളെ നിങ്ങൾ കൊതുകിനെ അരിച്ചെടുക്കുകയും ഒട്ടകത്തെ വിഴുങ്ങിക്കളയുകയും ചെയ്യുന്നു. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ നിങ്ങൾക്ക് കഷ്ടം. നിങ്ങൾ കിണ്ടിക്കിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കുന്ന അകത്തോ കവർച്ചയും അതിക്രമവും നിറഞ്ഞിരിക്കുന്നു. കുരുടനായ പരീശനെ കിണ്ടിക്കിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കേണ്ടതിന് മുമ്പേ അവയുടെ അകം വെടിപ്പാക്കുന്നു. എന്നിട്ടാണ് പറഞ്ഞത്, കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ നിങ്ങൾക്ക് കഷ്ടം. വെള്ള തേച്ച ശവക്കല്ലറകളോട് നിങ്ങൾ ഒത്തിരിക്കുന്നു. അപ്പൊ പുറമെ അഴകായി ശോഭിക്കുന്നെങ്കിലും അകമേ ചത്തവരുടെ അസ്ഥികളും സകലവിധ അശുദ്ധിയും നിറഞ്ഞിരിക്കുന്നു. ഈ ഭാഗമേത്? യേശുക്രിസ്തു ചമ്മട്ടി ഉണ്ടാക്കിയ ഭാഗമേത്? നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഈ ഭാഗമേത്? ചമ്മട്ടി ഉണ്ടാക്കിയ ഭാഗമേത്? എന്നിട്ട് ഈ മഹാൻ ഇങ്ങനെ കള്ളത്തരം പറയുമ്പോൾ അത് കേട്ടുകൊണ്ടിരിക്കാനും കുറെ ആൾക്കാരുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 14, 15, 16, 17 വരെയുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ കാണാം, ദേവാലയത്തിൽ കാള, ആട്, പ്രാവ് എന്നിവയെ വിൽക്കുന്നവരെയും അവിടെ ഇരിക്കുന്ന പൊൻവാണിപ്പക്കാരെയും കണ്ടിട്ട് കയറുകൊണ്ട് ഒരു ചമ്മട്ടി ഉണ്ടാക്കി ആടുമാടുകളോടും കൂടെ എല്ലാവരെയും ദേവാലയത്തിൽ നിന്ന് പുറത്താക്കി പൊൻവാണിപ്പക്കാരുടെ നാണ്യം തൂക്കിക്കളഞ്ഞു, മേശകളെ മറിച്ചിട്ടു. പ്രാവുകളെ വിൽക്കുന്നവരോട് ഇത് ഇവിടെ നിന്ന് കൊണ്ടുപോകുകയും എന്റെ പിതാവിന്റെ ആലയത്തെ വാണിപശാലയാക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ അവന്റെ ശിഷ്യന്മാർ, നിന്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളയുന്നു എന്ന് എഴുതിയിരിക്കുന്നത് ഓർത്തു. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 14, 15, 16, 17 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് കാണാം. ഇവിടെ നിന്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളയുന്നു എന്ന് ഭാഗം നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. സങ്കീർത്തനങ്ങളിലുള്ളതാണ്. ഇവിടെ ദേവാലയത്തിൽ കാള, ആട്, പ്രാവ് എന്നിവയെ വിൽക്കുന്നവരെ ഇവിടെ പൊൻവാണിപ്പക്കാരെ കണ്ടിട്ട് കയറുകൊണ്ട് ഒരു ചമ്മട്ടി ഉണ്ടാക്കി ആ ചമ്മട്ടിയും കൊണ്ട് അടിച്ച് അവരെ പുറത്താക്കിയെന്നൊന്നുമില്ല. ഒരു മനുഷ്യനെ പോലെ അടിച്ച് നേരെയാക്കാൻ വേണ്ടിയല്ല എന്റെ കർത്താവായ യേശു ക്രിസ്തു സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് കടന്നു വന്നത്. മനസ്സിലായോ? എം എം അക്ബറിനോട് കൂട്ടരോടും പറയുകയാണ്, എന്റെ കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് കടന്നു വന്നത്, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് കടന്നു വന്നത് ഒരു മനുഷ്യനെയും വടിയെടുത്ത് അടിച്ച് നേരെയാക്കാനോ ചമ്മട്ടി ഉണ്ടാക്കി അടിച്ച് നേരെയാക്കാനോ വേണ്ടിയല്ല വന്നത്. കർത്താവായ യേശു ക്രിസ്തു വന്നത് സ്വയം യാഗമാകാൻ വേണ്ടി വന്നതാണ്. ഒരു മനുഷ്യനെങ്കിലും ശിക്ഷിച്ച് നേരെയാക്കാൻ വേണ്ടിയാണ് വന്നതെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ കയറേണ്ടി വന്നത്? ക്രൂശിൽ യാഗമാകേണ്ടി വന്നത്? അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു കാലത്ത് കള്ളത്തരം പറഞ്ഞ് ഓടി നടന്ന എം എം അക്ബറിന് ഇപ്പോൾ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായി. കാരണം എന്താണ്? ഇവരുടെ പുസ്തകങ്ങളിലേക്ക് തിരിയുമ്പോൾ ആകെ വശപ്പശകാണ്. സങ്കീർത്തനത്തിന്റെ അകത്ത് 69-ാം അധ്യായം അതിന്റെ 9-ാമത്തെ ഭാഗത്താണ് പറയുന്നത്, നിന്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളഞ്ഞു, നിന്നെ നിന്ദിക്കുന്നവരുടെ നിന്ദ എന്റെ മേൽ വീണിരിക്കുന്നു എന്നുള്ളത്. അപ്പൊ ഈ സങ്കീർത്തനത്തിന്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യം വളരെ വ്യക്തമായിട്ട് പുതിയ നിയമത്തിന്റെ അകത്ത് യേശുക്രിസ്തു ചെയ്യുകയാണ്. കാരണം ആലയം എന്ന് പറയുന്നത്, ദൈവത്തിന്റെ ആലയം എന്ന് പറയുന്നത് പൊൻവാണിപ്പക്കാർക്ക് അല്ലെങ്കിൽ മറ്റുള്ളവരെ പ്രാകാൻ വേണ്ടി തല കുമ്പിട്ടിടുന്ന ഇടപാടല്ല. ദൈവത്തിന്റെ ആലയം എന്ന് പറയുന്നത് ജീവനുള്ള ദൈവത്തെ ആരാധിക്കുക, മഹത്വപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ്. അല്ലാതെ അവിടെ പൊൻവാണിപ്പക്കാരെയും പ്രാവ് കച്ചവടക്കാരും ആട്ട് കച്ചവടക്കാരും ഒന്നുമല്ല അതിൻ്റെ അകത്ത് ആവശ്യം. ദൈവത്തെ മഹത്വപ്പെടും. അതിൻ്റെ അകത്ത് പ്രാക്ക് പോലും പറ്റില്ല, മറ്റൊരു മനുഷ്യനെ പ്രാകാൻ പോലും പറ്റത്തില്ല. അതുകൂടെ ഒരു കാര്യം മനസ്സിലാക്കണം. എന്നാൽ അതിനുശേഷം എം എം അക്ബർ പറയുന്നത് എന്താണെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം.
കാരുണ്യം എന്ന് പറയുന്നത് ഇതല്ല. എന്തല്ല? ഒരു കർണത്തടിച്ചു കഴിഞ്ഞാൽ മറു കർണം കാണിച്ചു കൊടുക്കുന്നത് കാരുണ്യമല്ല. ഒരു സഹോദരിയെ, ഒരു ക്രിസ്ത്യാനിയുടെ സഹോദരിയെ വന്ന് പിടിച്ചാൽ മറ്റേ സഹോദരിയോട് കൊടുക്കണം, അതൊന്നുമല്ല കാരുണ്യം. അല്ലേ എം അക്ബർ സാഹിബേ, നിങ്ങളുടെ ഇസ്ലാമിക പുസ്തകം ഉണ്ടല്ലോ, കർമ്മശാസ്ത്ര പുസ്തകം എന്ന് പറയുന്ന ഫത്ഹുൽ മുഈൻ, അതെടുത്ത് ഞാൻ പറഞ്ഞുതരാം. അവിടെ എന്താണ് ഒരു കുടുംബജീവിതത്തിൽ നടത്തേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, 130 കിലോമീറ്റർ കഴിഞ്ഞ് ഭർത്താവ് പോയി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ നടത്തേണ്ടതെന്ന് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ പറയും എന്താണ് കാരുണ്യം. പിന്നെ ഇദ്ദേഹം പറഞ്ഞ് കാരുണ്യം എന്ന് പറയുന്നത് അതൊന്നുമല്ല ഒരു കർണത്തടിച്ചാൽ മറു കർണം കാണിച്ചു കൊടുക്കുന്നതോ, അല്ലെങ്കിൽ ഒരു പെങ്ങളെ പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ മറ്റേ പെങ്ങളെ കൂടെ കൊടുക്കുക, ഇതൊന്നുമല്ല കാരുണ്യം. കാരുണ്യം എന്ന് പറയുന്നത് ഇവരുടെ പ്രവാചകനായ, ഇസ്ലാമിന്റെ പ്രവാചകനായ, എം അക്ബറിന്റെ പ്രവാചകനായ മുഹമ്മദ് കാണിച്ചു കൊടുത്തതാണ് ഏറ്റവും വലിയ കാരുണ്യം എന്ന് പറയുന്നത്. അത് ഭയങ്കര കാരുണ്യമാണ്. അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പുറകിൽ ഒരു വാങ്കുവിളി കേൾക്കുന്നുണ്ട്. നിങ്ങൾ അത് ശ്രദ്ധിച്ചു കാണുമല്ലോ. ആ വാങ്കുവിളി എന്നെങ്കിലും ഒരു കാലത്ത് നിങ്ങൾക്ക് മലയാളത്തിൽ ഒന്ന് വിളിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. അപ്പോൾ ബാക്കിയുള്ള ജനങ്ങൾ മനസ്സിലാകും എന്താണ് കാരുണ്യം എന്നുള്ളത്. ഇനി ഇവരുടെ പ്രവാചകൻ കാരുണ്യം എന്താണെന്ന് പഠിപ്പിച്ചൊന്ന് നോക്കാം. ഇവിടെ സ്വഹീഹുൽ ബുഖാരി അധ്യായം 58 ഹദീസ് നമ്പർ 1241, പേജ് 630. അബൂ ഹുറൈറ പറയുന്നു, തിരുമേനി അരുളി, ഉന്നത തത്വങ്ങൾ ഉൾക്കൊള്ളുന്ന വാക്യങ്ങളോട് കൂടിയാണ് അള്ളാഹു എന്നെ അയച്ചിരിക്കുന്നത്. അപ്രകാരം തന്നെ ശത്രു ഹൃദയങ്ങളിൽ മുസ്ലിങ്ങളെ കുറിച്ച് ഉടലെടുത്ത ഭയം എനിക്ക് സഹായകമായി തീർന്നിട്ടുണ്ട്. ഞാൻ ഒരിക്കൽ ഉറങ്ങിക്കിടക്കുമ്പോൾ ഭൂലോകത്തെ ഖജനാവുകളുടെ എല്ലാം താക്കോൽ ഒരാൾ കൊണ്ടുവന്ന് എൻ്റെ കയ്യിൽ തന്നു. തിരുമേനി പോയി കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങൾ ആ ഖജനകളിൽ നിന്ന് ധനം വാരി എടുത്തുകൊണ്ടിരിക്കുകയാണ്. സ്വഹീഹുൽ ബുഖാരി അധ്യായം 80 ഹദീസ് നമ്പർ 1241, പേജ് 630. എങ്ങനുണ്ട്? ഇതാണ് കാരുണ്യം. കാരുണ്യം എന്ന് പറഞ്ഞാൽ ഭീരുത്വമല്ല. ഒരാള് ഒന്ന് കർണത്തടിച്ചു കഴിഞ്ഞാൽ നീ എന്റെ മറുകർണത്തോടെ അടിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് സ്നേഹത്തോടെ, അല്ലെന്നുണ്ടെങ്കിൽ മറുകർണത്തടിക്കാൻ പറയുമ്പോൾ അടിക്കാൻ വരുന്നയാൾ ചിന്തിക്കുക എന്തുകൊണ്ട് ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞു എന്നുള്ള ചിന്തയിൽ നിന്നാണ് ക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്ക് ഒരു മനുഷ്യൻ വരുന്നത്. മനസ്സിലായോ? അത് നിങ്ങൾക്കത് സാധിക്കുന്നില്ല. അപ്രകാരം തന്നെ ശത്രു ഹൃദയങ്ങളിൽ മുസ്ലിങ്ങളെ കുറിച്ച്, മുസ്ലിങ്ങളുടെ ശത്രു ആരാ? അള്ളാഹുലും മുഹമ്മദിലും വിശ്വസിക്കാത്തവരും മുഴുവനും നിങ്ങൾക്ക് ശത്രുക്കളാണല്ലോ. ഒരു സ്ഥലത്ത് എം അക്ബറിനോട് തന്നെ ചോദിക്കുന്നുണ്ടല്ലോ, ഇസ്ലാമിന്റെ ശത്രുക്കളായ യഹൂദികളും ക്രിസ്ത്യാനികളും എന്ന് പറയുന്നവര് എന്ന് പറഞ്ഞ ഒരു ചോദ്യം തന്നെ ചോദിക്കുന്നുണ്ടല്ലോ. ഇവിടെ പറയാണ് സ്വഹീഹുൽ ബുഖാരി അധ്യായം 7 ഹദീസ് നമ്പർ 217, CN അഹമ്മദ് മൗലവിയുടെ പരിഭാഷയ്ക്കകത്ത് പറയാണ്, ജാബിർ പറയുന്നു, തിരുമേനി അരുളി, 5 കാര്യങ്ങൾ എനിക്ക് അള്ളാഹു അനുവദിച്ചു തന്നിട്ടുണ്ട്. എനിക്ക് മുമ്പ് ഒരു നബിക്കും അത് അനുവദിച്ചു കൊടുത്തിട്ടില്ല. 1 മാസം യാത്ര ചെയ്യേണ്ടത്ര ദൂരമുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് പോലും എന്നെ കുറിച്ച് ഭയം ജനിപ്പിച്ചു തന്നു. ഭൂമിയെ എനിക്ക് നമസ്കരിക്കാനുള്ള സ്ഥലമായും ശുചീകരിക്കാനുള്ള ഒരു വസ്തുവായി അള്ളാഹു അംഗീകരിച്ചു തന്നു. അതുകൊണ്ട് എൻ്റെ അനുയായികളിൽ ഏതെങ്കിലും ഒരാൾക്ക് നമസ്കാര സമയം എത്തിയാൽ പള്ളിയും വെള്ളവും ഇല്ലെങ്കിൽ അവിടെ വെച്ച് അവൻ നമസ്കരിക്കട്ടെ. ശത്രുക്കളുമായുള്ള യുദ്ധത്തിൽ പിടിച്ചെടുക്കുന്ന ധനം ഉപയോഗിക്കുവാൻ എന്നെ അനുവദിച്ചിരിക്കുന്നു. എനിക്ക് മുമ്പ് ആർക്കും അത് അനുവദിച്ചു കൊടുത്തിട്ടില്ല. എനിക്ക് പാപികളുടെ കാര്യത്തിൽ ശുപാർശയ്ക്ക് അനുമതി നൽകിയിരിക്കുന്നു. നബിമാരെ അവരുടെ ജനതയിലേക്ക് മാത്രമാണ് മുമ്പ് നിയോഗിച്ചത്. എന്നെ നിയോഗിച്ചതാട്ടെ മനുഷ്യരാശിക്ക് ആകമാനവും. സ്വഹീഹുൽ ബുഖാരി അധ്യായം 7 ഹദീസ് നമ്പർ 217, CN അഹമ്മദ് മൗലവിയുടെ പരിഭാഷ. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. കാരുണ്യം എന്ന് പറയുന്നത് ഭീരുത്വമൊന്നുമല്ല. കാരുണ്യം എന്ന് പറയുന്നത് ഇതാണ്. എന്ത്? 1 മാസം യാത്ര ചെയ്യേണ്ടത്ര ദൂരമുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് പോലും എന്നെ കുറിച്ച്, മുഹമ്മദിനെ കുറിച്ച് ഭയം ജനിപ്പിച്ചു കൊടുത്ത ഒരല്ലാഹു. അതാണ് കാരുണ്യം. എന്നെ കേൾക്കുന്നവർക്ക് മനസ്സിലായല്ലോ. അതാണ് കാരുണ്യം. ഈ കാരുണ്യമാണ് എന്ത്? ഇവര് പറയുന്നത് യേശുക്രിസ്തു കാണിച്ചു കൊടുത്തതല്ല കാരുണ്യം. ഒരു കർണത്തടിച്ചാൽ മറു കർണം കൂടെ കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞല്ല കാരുണ്യം. ഇതാണ് കാരണം. എന്താ? 1 മാസം യാത്ര ചെയ്യേണ്ട, ഒരു ദിവസം 20 കിലോമീറ്റർ വെച്ച് യാത്ര ചെയ്യുകയാണെങ്കിൽ 1 മാസം എത്രയായി? അത്രയും കിലോമീറ്റർ ദൂരമുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് പോലും മുഹമ്മദ് വരുന്നുണ്ടെന്ന് അറിഞ്ഞാൽ എന്താണ്? അവരുടെ ഉള്ളിൽ ഭയം ജനിപ്പിക്കണം. അതാണ് കാരുണ്യം, ഇസ്ലാമിന്റെ കാരുണ്യം. അടുത്തത് സ്വഹീഹുൽ ബുഖാരി അധ്യായം 58 ഹദീസ് നമ്പർ 1254, പേജ് 634. അബൂ ഹുറൈറ സബൂറ പറയുന്നു, തിരുമേനി അബ്ബോസയിൽ അല്ലെങ്കിൽ വദ്ദാനിൽ വെച്ച് എന്റെ അരികിലൂടെ കടന്നുപോയി. അന്നേരം ഒരു വിഷയത്തെക്കുറിച്ച് തിരുമേനിയോട് ചോദിച്ചു. രാത്രി സമയങ്ങളിൽ ബഹുദൈവ വിശ്വാസികളുടെ ഒരു വീട് ആക്രമിക്കപ്പെടുന്നു. അവരുടെ സ്ത്രീകൾക്കും കുട്ടികൾക്കും ആപത്ത് സംഭവിക്കാൻ ഇടവരുന്നു. അതിനെക്കുറിച്ച് എന്താണ് അവിടുന്ന് നിർദ്ദേശിക്കുന്നത്? തിരുമേനി അരുളി, ആ സ്ത്രീകളും കുട്ടികളും ബഹുദൈവ വിശ്വാസികളിൽ പെട്ടവർ തന്നെയല്ലോ. അല്ലാഹുവിനും അവന്റെ ദൂതനുമല്ലാതെ മേച്ചിൽ സ്ഥലം സ്ഥാപിക്കാൻ അധികാരമില്ലെന്ന് തിരുമേനി അരുളുന്നതും ഞാൻ കേട്ടു. സ്വഹീഹുൽ ബുഖാരി
അധ്യായം 88 ഹദീസ് നമ്പർ 1254 പേജ് 634. അത് വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുക. ഇത് ഭീരുത്വമല്ല, ഇതാണ് കാരുണ്യം. സാഹിബിനു സാമത്ത് നിവേദനം. ഞാൻ നബിയോട് ചോദിച്ചു, അള്ളാഹുവിന്റെ തിരുദൂതരെ, ഞങ്ങൾ രാത്രിയിൽ ബഹുദൈവ വിശ്വാസികളുടെ കുട്ടികളെ വധിച്ചു പോകാറുണ്ട്. നബി പറഞ്ഞു, അവരും അവരിൽപ്പെട്ടവർ തന്നെയല്ലേ? സുഹീഹ് മുസ്ലിം വാല്യം 2 ഭാഗം 32 ഹദീസ് നമ്പർ 26. എങ്ങനെയുണ്ട്? കാരുണ്യം എന്ന് പറയുന്നത് ഭീരുത്വമല്ല. കാരുണ്യം എന്ന് പറയുന്നത് ഇതാണ്. ആ ചോദ്യം ചോദിച്ച ആളുടെ അടുത്ത് വേറൊരാൾ പറഞ്ഞല്ലോ, നിങ്ങളുടെ നബി ഇതുപോലെ കാരുണ്യമല്ല, അദ്ദേഹം ചെയ്തതിന് പകരം ചെയ്തു പോയിട്ടില്ലേ എന്നതേ. ഇപ്പൊ മനസ്സിലായോ? അല്ലയോ അക്ബർ സാഹിബേ, അല്ലെന്നുണ്ടെങ്കിൽ നിച്ചോർ ട്രൂത്തിന്റെ പ്രവർത്തകരെ, നിങ്ങൾ എന്തുകൊണ്ട് ഈ കാരുണ്യം ഓടിച്ചു ഓടുകയാണെന്നൊക്കെ പറഞ്ഞ് ബാക്കിയുള്ളവരെ പറ്റിച്ചു? എന്തിനിങ്ങനെ പറ്റിച്ചു? നിങ്ങളിങ്ങനെ പറ്റിക്കാൻ വേണ്ടി തന്നെയാണോ തന്ത്രം പ്രയോഗിക്കുന്ന? ദൈവത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾ ഇങ്ങനെ തന്ത്രശാലിയാകാതെ നിങ്ങൾക്ക് ഒരു പ്രാവശ്യം നിങ്ങളെ ഡിബേറ്റിന് വരാൻ പറ്റുമോ? ധൈര്യമുണ്ടോ? സാക്ഷി അപ്പോളജി നെറ്റ്വർക്ക് എത്ര വർഷമായിട്ട് നിങ്ങളെ വിളിക്കുന്നത്? നിങ്ങൾ എന്തുകൊണ്ട് വരുന്നില്ല? നിങ്ങൾക്ക് ഭയമാണ്. കാരണം ഇത്തരം ഹദീസുകൾ, നിങ്ങൾ മറച്ചു വെച്ചിരിക്കുന്ന ഹദീസുകൾ, ഖുർആൻ ആയത്തും പ്രകാരമുള്ള തഫ്സീറുകൾ എന്ന് വേണ്ട ഇസ്ലാമിക പണ്ഡിതന്മാരുടെ പുസ്തകങ്ങൾ ഞങ്ങളെടുത്ത് പുറത്തേക്ക് വെക്കുമെന്നുള്ള നിങ്ങളുടെ ഭയമാണ് ഇതിന് കാരണം. അബൂ തൽഹ പറയുന്നത്, തിരുമേനി ഒരു ജനതയെ യുദ്ധത്തിൽ ജയിച്ചടക്കി കഴിഞ്ഞാൽ ആ യുദ്ധക്കളത്തിൽ 3 ദിവസം താമസിക്കുക പതിവായിരുന്നു. സുഹീഹുൽ ബുഖാരി അധ്യായം 58 ഹദീസ് നമ്പർ 1270 പേജ് 640 പറയുകയാണ്. ഒരു ജനതയെ യുദ്ധത്തിൽ ജയിച്ചടക്കി കഴിഞ്ഞാൽ ആ യുദ്ധക്കളം പിന്നെ എന്തായിരിക്കും എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ശരീരം വെട്ടുകൊണ്ട് കിടക്കുന്ന, കൈ ഇല്ലാത്തവര്, കാലില്ലാത്തവര്, ചിലപ്പോൾ തലയില്ലാത്തവര്, ശരീരത്താകമാനം വെട്ടുകൊണ്ട് മുറിവേറ്റ് സ്വന്തം ജനത്തിലും മറ്റുള്ള എതിർപക്ഷത്തുള്ളവരുടെയും ആൾക്കാർ വിഷമിച്ച് കരഞ്ഞ് നിലവിളിക്കുന്ന ആ രക്തത്തിന്റെ മണമുള്ള സ്ഥലത്ത് 3 ദിവസം താമസിച്ച ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ആ ഒരു അന്തരീക്ഷം നിങ്ങളൊന്ന് ചിന്തിച്ചു, ഒന്ന് മനസ്സിലൊന്ന് ചിന്തിച്ചു നോക്കിയേ. മൊത്തം വെട്ടുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് കിടക്കുന്ന മനുഷ്യരുടെ ഇടയിൽ 3 ദിവസം താമസിക്കുമ്പോൾ ഈ അവിടെ ഇരിക്കുന്ന ആളുടെ മനസ്സിൽ സന്തോഷമാണോ അതോ സങ്കടമാണോ ഉണ്ടാകുന്നത്? അബൂ ഹുറൈറ നിവേദനം. നബി പറഞ്ഞു, അല്ലാഹുവേ, ഞാൻ ഒരു മനുഷ്യനാണ്. മുസ്ലിങ്ങളിൽ നിന്ന് ഞാൻ ആരെങ്കിലും ചീത്ത പറയുകയോ അല്ലെങ്കിൽ അടിക്കുകയോ അല്ലെങ്കിൽ ശപിക്കുകയോ ചെയ്താൽ നീ അത് അവനൊരു പരിശുദ്ധിയും കാരുണ്യമാക്കണമേ. സുഹീഹ് മുസ്ലിം വാല്യം 3 ഭാഗം 45 ഹദീസ് നമ്പർ 89. എന്തേ എം അക്ബർ സാഹിബേ ഓടണമെന്ന് പറഞ്ഞിട്ട് ഇതേ ഇവിടെ മുഹമ്മദ് തന്നെ പറയുകയാണല്ലോ, ഞാൻ ആരെയെങ്കിലും ചീത്ത പറയുകയോ അല്ലെങ്കിൽ അടിക്കുകയോ അല്ലെങ്കിൽ ശപിക്കുകയോ ചെയ്താൽ നീ അത് അവനൊരു പരിശുദ്ധിയും കാരുണ്യമാക്കണമെന്ന്. യേശു ക്രിസ്തു ഒരു മുഖത്തടിച്ചാൽ മറുമുഖവും കൂടെ, ഒരു വശത്തടിച്ചാൽ മറുവശവും കൂടെ കാണിച്ചു കൊടുക്കാൻ പറഞ്ഞത് താങ്കൾക്കൊരു പരിഹാസ വിഷയമാണെങ്കിൽ താങ്കളുടെ പ്രവാചകനായ മുഹമ്മദ് ഇവിടെ പറയുന്നത് എന്താണ്? ഞാൻ ആരെയെങ്കിലും ചീത്ത പറയുകയോ അല്ലെങ്കിൽ അടിക്കുകയോ അല്ലെങ്കിൽ ശപിക്കുകയോ ചെയ്താൽ ഇതാണെന്നിപ്പം നിങ്ങളുടെ കാരുണ്യം അല്ലേ? മുസ്ലിങ്ങളായിട്ടുള്ളവർക്ക് മറ്റുള്ളവരെ ശപിക്കാം, മറ്റുള്ളവരെ ചീത്ത പറയാം, മറ്റുള്ളവരെ പരിഹസിക്കാം, മറ്റുള്ളവരെ അടിക്കാം, എന്തും ചെയ്യാം. ആ ഒരു സിസ്റ്റമാണോ നിങ്ങൾ വെച്ചിരിക്കുന്നത്? അബൂ ഹുറൈറ നിവേദനം. നബി പറഞ്ഞു, അല്ലാഹുവേ, ഞാൻ നിന്നോട് ലംഘിക്കാത്ത ഒരു ഉടമ്പടി എടുക്കുന്നു. കാരണം ഞാൻ ഒരു മനുഷ്യനാണ്. ഞാൻ ഏതെങ്കിലും വിശ്വാസിയെ ഉപദ്രവിച്ചാൽ, ചീത്ത പറഞ്ഞാൽ, ശപിച്ചാൽ, അടിച്ചാൽ നീ അതിനെ അന്ത്യദിനത്തിൽ അവനെ നിന്നോടടുപ്പിക്കുന്ന നമസ്കാരവും സക്കാത്തും ബലിയുമാക്കണമേ. സുഹീഹ് മുസ്ലിം വാല്യം 3 ഭാഗം 45 ഹദീസ് നമ്പർ 90. എങ്ങനെയുണ്ട്? ഒരു മുഖത്തടിച്ചാൽ മറുമുഖവും കൂടെ കാണിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ യേശുക്രിസ്തുവിന്റെ ഉപദേശത്തെക്കാൾ ഏറ്റവും വലിയ കാരുണ്യം ഇവരുടെ ഈ പുസ്തകത്തിലുണ്ടെന്നാണ് പറയുന്നത്. ഇതാണ് കാരുണ്യം. ക്രിസ്തീയ വിശ്വാസം അനുസരിച്ച് ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിയോ മറ്റൊരു വിഭാഗത്തിൽപ്പെട്ട ഒരാളെയോ ശപിക്കാനുള്ള അധികാരമില്ല. ഞങ്ങളും അനുഗ്രഹപൂർണരാകണമെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെ ശപിക്കുകയല്ല വേണ്ട, അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ഞങ്ങളോട് ഒരുപാട് ആൾക്കാർ വിളിച്ചിട്ട്, ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും വിളിച്ചിട്ട് പറയും, ബ്രദറെ എന്റെ വിഷയമാണ്, പ്രാർത്ഥിക്കണേ. പക്ഷെ നിങ്ങളോട് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. നിങ്ങൾക്ക് ബഹുദൈവ വിശ്വാസിയെ സ്നേഹിക്കാനോ ബഹുദൈവ വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനോ എവിടെയെങ്കിലും ഖുർആന്റെ അകത്തുനിന്ന് ഒരു ആയത്ത് കാണിച്ചു തരാമോ? അബൂ ഹുറൈറ പറയുന്നു, തിരുമേനി പ്രാർത്ഥിക്കുന്നത് ഞാൻ കേട്ടു. അല്ലാഹുവേ, വല്ല മുസ്ലിമിനെ ഞാൻ ശകാരിച്ചിട്ടുണ്ടെങ്കിൽ അത് പുനരുദ്ധാന ദിവസം അദ്ദേഹത്തിന് നിന്നെ സമീപിക്കാനുള്ള ഒരു സുഹൃതമാക്കി കൊടുക്കണമേ. സുഹീഹുൽ ബുഖാരി അധ്യായം 90 ഹദീസ് നമ്പർ 2145 പേജ് 990 എഴുതി വെച്ചിരിക്കുകയാണ്. എന്തേ അക്ബർ സാഹിബേ, അല്ലെങ്കിൽ എന്തേ നിച്ചോർ ട്രൂത്തിന്റെ പ്രവർത്തകരെ, മുസ്ലിങ്ങളെ, നിങ്ങളുടെ പ്രവാചകന്
ശകാരവും ശാപവും അടിയും ഇത് മാത്രം, ഇത് ഒഴിഞ്ഞിട്ടൊരു സമയമില്ലേ? നിങ്ങൾ പറയുന്നുണ്ടല്ലോ യേശുക്രിസ്തു, അങ്ങനെ ഒരു യേശുക്രിസ്തു ഇല്ലായിരുന്നു. അങ്ങനെയെങ്കിൽ അല്ലമീൻ എന്ന് പറയുന്ന ആ മുഹമ്മദ് ഇല്ലായിരുന്നു എന്ന് ഞങ്ങൾക്ക് പറയേണ്ടി വരും. അങ്ങനെ ഒരു മുഹമ്മദ് ജീവിച്ചിരുന്നില്ല എന്ന് ഞങ്ങൾക്ക് പറയേണ്ടി വരും. ആയിഷ നിവേദനം, നബിയുടെ അടുക്കൽ 2 ആളുകൾ കടന്നു. എനിക്ക് എന്താണ് എന്ന് ഗ്രഹിക്കാൻ കഴിയാത്ത ഒരു കാര്യം അവർ രണ്ടുപേരും നബിയോട് സംസാരിക്കുകയും അങ്ങനെ അവർ നബിയെ ദേഷ്യം പിടിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ നബി അവരെ ശപിക്കുകയും ചീത്ത പറയുകയും ചെയ്തു. അവർ രണ്ടുപേരും പുറത്തു പോയപ്പോൾ ഞാൻ പറഞ്ഞു, അള്ളാഹുവിന്റെ ദൂതരെ, ഇവർ രണ്ടുപേർക്കും കിട്ടിയ നന്മ മറ്റാർക്കും ലഭിച്ചിട്ടില്ല. നബി ചോദിച്ചു, അതെന്താണ്? ഞാൻ പറഞ്ഞു, താങ്കൾ അവരെ രണ്ടുപേരെ ശപിക്കുകയും ചീത്ത പറയുകയും ചെയ്തു. നബി പറഞ്ഞു, ഞാൻ എൻ്റെ രക്ഷിതാവിനോട് നിബന്ധന വെച്ചത് നിനക്കറിയില്ലേ? ഞാൻ പറഞ്ഞു, അള്ളാഹുവേ, ഞാൻ ഒരു മനുഷ്യനാണ്. ഞാൻ ഏതെങ്കിലും മുസ്ലിമിനെ ശപിക്കുകയോ ചീത്ത പറയുകയോ ചെയ്താൽ നീ അത് അവനൊരു പരിശുദ്ധിയും പ്രതിഫലവും ആക്കണേ. സുഹീഹ് മുസ്ലിം വാല്യം 3 ഭാഗം 45 ഹദീസ് നമ്പർ 88. എങ്ങനെയുണ്ട്? യേശുക്രിസ്തു കബർനഹൂമിലേക്ക് കടന്നു എന്ന്, അല്ലെങ്കിൽ ദേവാലയത്തിലേക്ക് കടന്നു എന്ന് വെള്ള തേച്ച ശവക്കല്ലറകളെ എന്ന് വിളിച്ചുകൊണ്ട് എല്ലാത്തിനും എന്ത് അവിടുന്ന് ഇറക്കി വിട്ടു. ഭയങ്കര ദേഷ്യമുള്ള ആളാ എന്താന്നാ പറയുന്നത് അല്ലേ? കാദിയാനികളുടെ വിഷയത്തിൽ വെച്ചുകൊണ്ട് നിങ്ങളുടെ ഖുറാനിലെ ഈസി ആരാണെന്ന് ഞാൻ പറഞ്ഞുതരാം, കുഴപ്പമില്ല. അപ്പൊ ഇവിടെ വളരെ വ്യക്തമായിട്ട് അറിയാണ്, നബിയോട് സംസാരിക്കുന്നത്. നബി ദേഷ്യം വന്നു. മുഹമ്മദിന് ദേഷ്യം വന്നപ്പോൾ അവരെ ശപിക്കുകയും ചീത്ത പറയുകയും ചെയ്തു എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ അവർ രണ്ടുപേരും പോയപ്പോ അതും അനുഗ്രഹമായി. ദൈവത്തിന്റെ ആലയത്തിന്റെ അകത്ത് ആടിനെയും മാടിനെയും പൊൻവാണിഭവും വെച്ചുകൊണ്ടിരുന്നവരെ ചമ്മട്ടി ഉണ്ടാക്കിയത് എന്തൊക്കെ മനുഷ്യരെ അടിച്ചിട്ടില്ല. അടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ വാക്യം നിങ്ങൾ തരണം. അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ ആരെങ്കിലും മനസ്സിൽ ഉദ്ദേശിച്ച് നടക്കുന്നുണ്ടെങ്കിൽ അതിന്റെ വാക്യം തരണം. അടിച്ചതായിട്ട് എവിടെ ഇല്ല. ആടുമാടുകളെ സകലതിനെ അവിടുന്ന് പുറത്താക്കി ആലയം ശുദ്ധീകരിക്കുകയാണ് ചെയ്തത്. കാരണം എന്താണ്? ആലയത്തെ കുറിച്ചുള്ള എരിവ്. എന്റെ ആലയം ദൈവത്തിന്റെ ആലയമാണ്. ദൈവത്തിന്റെ ആലയത്തിന്റെ അകത്ത് കടന്നു കയറിക്കൊണ്ട് ഇത്തരം വൃത്തികേടുകൾ കാണിക്കുന്നതിനെ പുറത്താക്കുക എന്നുള്ളത് തന്നെയാണ് അവിടെ ചെയ്തത്. അത് ഭയങ്കര ബുദ്ധിമുട്ട്. ഈ ചീത്ത പറയുക, അടിക്കുക എന്ന് ചെയ്യുന്നൊന്നും ഒരു കുഴപ്പമില്ല. ഇബ്നു അബ്ബാസ് നിവേദനം, ഞാൻ കുട്ടികളുടെ കൂടെ കളിക്കുകയായിരുന്നു. അപ്പോൾ നബി വന്നു. അപ്പോൾ ഞാൻ വാതിലിന് പുറകിൽ മറിഞ്ഞിരുന്നു. നബി വന്നു എന്നെ അടിച്ചു. എന്നിട്ട് പറഞ്ഞു, നീ പോയി എനിക്ക് വേണ്ടി മുആവിയെ വിളിക്കുക. അപ്പോൾ ഞാൻ ചെന്ന് പറഞ്ഞു, അദ്ദേഹം ഭക്ഷണം കഴിക്കുകയാണ്. പിന്നെ നബി എന്നോട് പറഞ്ഞു, നീ പോയി എനിക്ക് വേണ്ടി മുആവിയെ വിളിക്കൂ. ഞാൻ ചെന്നിട്ട് പറഞ്ഞു, അദ്ദേഹം ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോൾ നബി പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന്റെ വയറ് നിറയ്ക്കാതിരിക്കട്ടെ. സുഹീഹ് മുസ്ലിം വാല്യം 1 ഭാഗം 45 ഹദീസ് നമ്പർ 96. ഇതിന്റെ അർത്ഥം എന്താ? പുള്ളി ഒരു കുംഭകർണനാക്കി, അല്ലെന്നുണ്ടെങ്കിൽ 24 മണിക്കൂറും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിന് വയറ് നിറയാത്ത ഒരു മനുഷ്യനായി തീരട്ടെ. തൃശ്ശൂർ ജില്ലയിലുണ്ട് റപ്പായി എന്ന് പറയുന്ന ഒരാൾ ഉണ്ടായിരുന്നില്ല. എപ്പോഴും അദ്ദേഹത്തിന് വിശപ്പായിരുന്നു. അദ്ദേഹത്തിന്റെ എന്തോ വിഷയമാണ്. കോഴിക്കോടും ഒരാളുണ്ട് ഇതേപോലെ തന്നെ. പുള്ളി രാവിലെ തന്നെ നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കും, ഉച്ചയ്ക്ക് നല്ല, അതേപോലെ തന്നെ ജോലി അവർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ പറയാണ്, ഒരാളെ വിളിച്ചിട്ട് 2 പ്രാവശ്യം വന്നില്ല. വരാതിരുന്നപ്പോഴത്തേന് അദ്ദേഹം ഭക്ഷണം കഴിക്കുകയാണ്. ഭക്ഷണം കഴിക്കുന്നിടത്തൊന്ന് എണ്ണീറ്റ് ചെല്ലണമെന്നാണ് പറയുന്നത്. ആ ഭക്ഷണം കഴിക്കുന്നിടത്തൊന്ന് എണ്ണീറ്റ് വരാത്തോണ്ട് എന്തായി? അദ്ദേഹത്തിന്റെ വയറ് നിറയ്ക്കാതിരിക്കട്ടെ. ഉടനെ ശാപമാണ്, ശപിക്കുകയാണ് ചെയ്തത്. യേശുക്രിസ്തു എവിടെയെങ്കിലും ആരെങ്കിലും ശപിച്ചതായിട്ട് നമുക്കൊന്ന് കാണിച്ചു തരാമോ വിശുദ്ധ വേദപുസ്തകത്തില്? ഈ യൂട്യൂബിന്റെ അകത്ത് വന്നിരുന്ന് കേൾക്കുന്ന കുറഞ്ഞ മുസ്ലിങ്ങളുണ്ടല്ലോ, നിങ്ങൾക്കൊന്ന് നേരിട്ട് ഒരു സംവാദത്തിന് പോലും വരാൻ ധൈര്യമില്ലാത്തതുകൊണ്ടാണല്ലോ വരുമ്പോ തന്നെ ആ വിഷയമായിട്ട് ബന്ധപ്പെടാത്ത കുറെ ബൈബിൾ വാക്യങ്ങൾ കൊണ്ടുവരുന്നത്. ഞാൻ പറയുന്നത്, ഞങ്ങൾ ഇടുന്ന യൂട്യൂബിന്റെ അകത്ത് വരുന്ന കാര്യത്തിന് നിങ്ങൾ അത് കേട്ടതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിന് മറുപടി തരണം. അതേ കണക്കിന് നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ഇത് ഷെയർ ചെയ്യും മറ്റുള്ളവരിലേക്ക്, അവരോട് ഇത് അറിയട്ടെ. അത് എല്ലാ സഹോദരന്മാരോടുകൂടെ പറയുന്നത് കേട്ടോ. ഇസ്മായിൽ ഇബ്നു മുഹമ്മദ് നിവേദനം, മുഹമ്മദ് ഇബ്നു സയ്യിദ് ഈ ഹദീസ് പറയുന്നത് ഞാൻ കേട്ടിരിക്കുന്നു. അതിൽ അദ്ദേഹം പറയുന്നു, അപ്പോൾ നബി അവിടുത്തെ കൈകൊണ്ട് എന്റെ കർണക്കുറ്റിക്ക് ഒരു അടി തരികയും അനന്തരം, ഹേ സയ്യിദ്, നീ യുദ്ധത്തിന് ഒരുങ്ങുകയാണോ? ഞാൻ ചിലർക്ക് കൊടുക്കും, മറ്റു ചിലർക്ക് കൊടുക്കുകയില്ല എന്ന് പറയുകയും ചെയ്തു. സുഹീഹ് മുസ്ലിം വാല്യം 1 ഭാഗം 1 ഹദീസ് നമ്പർ 237. എന്തേ അക്ബർ സാഹിബെ, സെയ്ദിന് അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ പറ്റിയില്ലേ? അല്ല, കാരുണ്യത്തിന്റെ തിരുദൂതൻ അടിച്ചപ്പോഴത്തേന് അടി കൊണ്ടുകൊണ്ടിരുന്നോ? കർണക്കുറ്റിക്ക് അടി കിട്ടിയത് സെയ്ദിന് എന്താ ഓടി രക്ഷപ്പെടാൻ പറ്റിയില്ലേ? അല്ല, ഓടി രക്ഷപ്പെടണമെന്നല്ലേ എം അക്ബർ പറഞ്ഞത്. അക്ബർ സാഹിന്റെ ഉപദേശം സെയ്ദ് കേട്ടില്ല എന്ന് തോന്നുന്നു. ഇത് സ്വന്തം ഭാര്യ എന്താണെന്ന് നമുക്കൊന്ന് വായിച്ചു നോക്കാം. ജാബിർ നിവേദനം, അനുവാദം ചോദിച്ചുകൊണ്ട് അബൂബക്കർ നബിയുടെ അരികിൽ പ്രവേശിച്ചു. അപ്പോൾ അനുവാദം ലഭിക്കാതെ വാതിലിനരികിൽ ഇരിക്കുന്ന ആളുകളെയാണ് അദ്ദേഹം കണ്ടത്. ജാബിർ പറഞ്ഞു, അബൂബക്കറിന് അനുവാദം കിട്ടി, അദ്ദേഹം കടന്നു ചെന്നു. പിന്നെ ഉമർ അനുവാദം ചോദിച്ചു വന്നു.
അദ്ദേഹത്തിനും അനുവാദം കിട്ടി. നബി ഒരു ഭാഗത്ത് ഇരിക്കുന്നതായി അദ്ദേഹം കണ്ടു. ചുറ്റും തന്റെ ഭാര്യമാരും മൗനിയായി തല താഴ്ത്തിയുമാണ് അദ്ദേഹം ഇരിക്കുന്നത്. ഉമർ പറഞ്ഞു, ഞാൻ നബിയെ ചിരിപ്പിക്കുന്ന ഒരു വാക്ക് പറയുക തന്നെ ചെയ്യും. എന്നിട്ട് പറഞ്ഞു, ദൈവദൂതരെ, ഖാലിജയുടെ മകളെ താങ്കൾ കണ്ടിരുന്നെങ്കിൽ അവൾ എന്നോട് ചെലവ് ചോദിച്ചു. ഞാൻ എഴുന്നേറ്റ് അവളുടെ പിരടിക്ക് ഒരടി വെച്ചു കൊടുത്തു. അത് കേട്ട് അള്ളാഹുവിന്റെ ദൂതൻ ചിരിച്ചു. തുടർന്ന് നബി പറഞ്ഞു, ഇവർ എനിക്ക് ചുറ്റും നീ പറഞ്ഞ പ്രകാരം തന്നെയാണ് ചെലവ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഉടനെ അബൂബക്കർ എഴുന്നേറ്റ് ആയിഷയുടെ പിരടിക്ക് ഒന്ന് കൊടുത്തു. ഉമർ എഴുന്നേറ്റ് ഹബ്സയ്ക്ക് ഒന്ന് കൊടുത്തു. നബിയുടെ പക്കൽ ഇല്ലാത്തത് നിങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുകയാണോ എന്ന് ഇരുവരും പറയുന്നുണ്ടായിരുന്നു. അവർ പറഞ്ഞു, അള്ളാഹു സത്യം, ഞങ്ങൾ ദൈവദൂതനോട് അദ്ദേഹത്തിന്റെ അടുക്കൽ ഇല്ലാത്തത് ചോദിക്കുന്നില്ല. പിന്നെ ഒരു മാസം അഥവാ 29 ദിവസം നബി അവരെ വെടിഞ്ഞു നിന്നു. സുഹീഹ് മുസ്ലിം വാല്യം 2 ഭാഗം 18 ഹദീസ് നമ്പർ 29. ഒരു മാസം 29 ദിവസം വെടിഞ്ഞു നിന്നു എന്നൊക്കെ പറഞ്ഞ് ഹദീസ് ഉണ്ടെങ്കിലും 29 ദിവസം പോയിട്ട് അതിനു മുമ്പേ അദ്ദേഹം തിരിച്ചെത്തിയെന്ന് വേറെ ഒരു ഹദീസുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കിയ നിങ്ങൾ ഇവിടുന്ന്, മുഹമ്മദിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞതല്ല, ഞാൻ എഴുന്നേറ്റ് അവളുടെ പിരടിക്ക് ഒരടി വെച്ചു കൊടുത്തു. അത് കേട്ട് അല്ലാഹുവിന്റെ ദൂതൻ ചിരിച്ചു. തുടർന്ന് നബി പറഞ്ഞു, ഇവർ എനിക്ക് ചുറ്റും നീ പറഞ്ഞ പ്രകാരം തന്നെയാണ് ചെലവ് ചോദിക്കുന്നത്. ചെലവ് ചോദിച്ചതിന്റെ വിഷയത്തിന്മേൽ എന്താണ് ഒരടി ഒരാൾക്ക് കൊടുത്തു. ഇത് കേട്ടവാടെ അമ്മായിയപ്പൻ എഴുന്നേറ്റിട്ട് മോക്കിട്ടൊരെണ്ണം കൊടുത്തു. എന്ന് വെച്ച് കഴിഞ്ഞാൽ മുഹമ്മദിന്റെ ഭാര്യയായിട്ടുള്ള ഇസ്ലാമിന്റെ മാതാക്കളുടെ ഒരു മാതാവായ ആയിഷയ്ക്ക് ഒരെണ്ണം കൊടുത്തു. 5 വയസ്സും 8 മാസവും ഉള്ളപ്പോൾ വിവാഹം കഴിച്ച, അല്ലെങ്കിൽ 6 വയസ്സുള്ളപ്പോൾ വിവാഹം കഴിച്ച, നിക്കാഹ് ചെയ്ത, വിവാഹമില്ലല്ലോ, നിക്കാഹ് ചെയ്ത ആയിഷയുടെ പിരടിക്കിട്ട് ഒരെണ്ണം കൊടുത്തു. ഉമർ എഴുന്നേറ്റിട്ട് ഹബ്സയ്ക്കിട്ട് ഒരെണ്ണം കൊടുത്തു. നബിയുടെ പക്കലില്ലാത്ത നിങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുകയാണോ എന്ന് ഇരുവരും പറയുണ്ടായി. എങ്ങനെയുണ്ട്? മാലപ്പടക്കത്തിന് തിരികൊളുത്തിയ കണക്കായിരുന്നു അടി. ഇതാണ് കാരുണ്യം എന്നാണ് എം അക്ബറും കൂട്ടരും മുസ്ലിങ്ങളായിട്ടുള്ളവരും പറയുന്നത്. ഇതൊക്കെ കേൾക്കുന്ന മുസ്ലിങ്ങളായിട്ടുള്ളവരെ, ഇത് ഞങ്ങൾ തുടങ്ങി വെച്ചതല്ല. നാളുകൾക്ക് മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ് എം അക്ബറും കൂട്ടരും കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം സ്റ്റേജ് വലിച്ചു കെട്ടി യേശു ദൈവമല്ല, ബൈബിള് ദൈവികമല്ല, ഇപ്പോൾ ഞാൻ കേൾപ്പിച്ചതുപോലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു നടക്കുമ്പോൾ എം അക്ബർ പറയുന്നത്, നിങ്ങൾ ഖുറാൻ പഠിക്കൂ, ഹദീസ് പഠിക്കൂ, എന്നിട്ട് ഞങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ വരാൻ. ക്രിസ്ത്യാനികളായിട്ടുള്ള ഒരു സാമാന്യ ജനം ഖുറാനും ഹദീസും തഫ്സീറുകളും എല്ലാം വായിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത് എം അക്ബറിനെ സംവാദത്തിന് വിളിക്കുമ്പോൾ ഇപ്പോൾ എം അക്ബർ വരണ്ട, അദ്ദേഹത്തിന് ഭയമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ യേശുവാണോ ആരാണ് മഹാൻ എന്നുള്ളത്. കേട്ടോക്കാം. കാരുണ്യം എന്ന് പറയുന്നത് ഇതല്ല. ഏതല്ല? യേശു ക്രിസ്തു ഒരു മുഖത്ത് അടിച്ചപ്പോൾ മറുമുഖം കൂടെ കാണിച്ചു കൊടുക്കാൻ പറഞ്ഞ കാരുണ്യമല്ല. അല്ല എന്നുണ്ടെങ്കിൽ ഭീരുവായിട്ട് ജീവിക്കുകയല്ല. പിന്നെന്താണ്? ഞാൻ ഈ കാണിച്ച ഹദീസുകളിലാണ് മുഹമ്മദിന്റെ കാരുണ്യം. യേശുവോ നബിയോ ആരാണ് മഹാൻ? വിശുദ്ധ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ് മഹാൻ. 1 യോഹന്നാൻ 4-ാം അധ്യായം അതിന്റെ 9-10. ദൈവം തന്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ചു, തന്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അയച്ചു തന്നെ സാക്ഷാൽ സ്നേഹമാകുന്നു. 1 യോഹന്നാൻ 4-ാം അധ്യായം 9-10. ഇത് ഏറ്റവും വലിയൊരു കാരണമാണ് എം അക്ബർ സാഹിബെ. മുസ്ലിങ്ങളെ, മുഹമ്മദീയരായിട്ടുള്ളവരോട് പറയാണ്, ദൈവം തന്റെ ഏകജാതനായ പുത്രനെ അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വാക്യം കാണിച്ചു തരാൻ പറ്റും നിങ്ങളുടെ ഖുർആന്റെ അകത്തുനിന്ന്? ഇങ്ങനെ ഒരു സംഭവം നിങ്ങൾക്ക് കാണിച്ചു തരാൻ സാധിക്കുമോ? അതെ, ഞങ്ങളുടെ ദൈവം ഞങ്ങളെ സ്നേഹിച്ചു, ഞങ്ങളുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അയച്ചു തന്നെ സാക്ഷാൽ സ്നേഹമാണ്. അതെ, ഞങ്ങളുടെ പാപങ്ങളുടെ പ്രായശ്ചിത്തത്തിന് വേണ്ടി കർത്താവായ യേശു ക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ചു. ഭൂമിയിലേക്ക് കടന്നു വന്നു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് ഇന്ന് സ്വർഗത്തിലേക്ക് മടങ്ങിപ്പോയിരിക്കുന്ന ആ കർത്താവായ യേശു ക്രിസ്തുവിനെ ഞങ്ങൾക്ക് സ്നേഹിക്കാൻ സാധിക്കും. ഞങ്ങളുടെ ദൈവത്തിന് ഞങ്ങളെ സ്നേഹിക്കാൻ സാധിക്കും. അല്ലയോ എം അക്ബർ സാഹിബേ, എന്തുകൊണ്ട് നിങ്ങളുടെ ദൈവത്തിന് നിങ്ങളെ സ്നേഹിക്കാൻ സാധിക്കുന്നില്ല? നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും, ഖുറാന്റെ അകത്ത് എവിടെയെങ്കിലും, സത്യവിശ്വാസികളെ, മുസ്ലിങ്ങളെ, ഇസ്ലാമികളെ,
ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്ന ദൈവമാണെന്ന് എവിടെയെങ്കിലും അള്ളാഹു മുഹമ്മദിനോട് നേരിട്ട് പറഞ്ഞ ഒരായത്ത് കാണിച്ചു തരാൻ പറ്റും? 1 മുതൽ 114 അധ്യായമുള്ള ഈ ഖുറാന്റെ അകത്തുനിന്ന് എവിടെയെങ്കിലും ഒരു ആയത്ത് കാണിച്ചു തരാൻ പറ്റുമോ? സത്യവിശ്വാസികളെ, മുസ്ലിങ്ങളെ, അല്ലെങ്കിൽ ഇസ്ലാമികളെ, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ദൂതനെ അനുസരിക്കുന്നവരെ, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്ന ദൈവമാണ് എന്ന് അള്ളാഹു മുഹമ്മദിനോട് നേരിട്ട് പറഞ്ഞ ഒരായത്ത് തരാൻ സാധിക്കുമോ? നിങ്ങൾക്ക് അത് സാധിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണം, ഒന്ന് കാണിച്ചു തരണേ. പക്ഷേ ഹദീസിന്റെ അകത്ത് കാണാം. സൊഹീഹുൽ ബുഖാരി അധ്യായം 2 ഹദീസ് നമ്പർ 11, അബൂ ഹുറൈറ നിവേദനം. അള്ളാഹുവിന്റെ ദൂതൻ അരുളി, സ്വന്തം അപ്പനേക്കാളും അമ്മയെക്കാളും ബന്ധുമിത്രാദികളെക്കാളും സ്വന്തം ജനങ്ങളെക്കാളും എന്നെ സ്നേഹിച്ചെങ്കിൽ മാത്രമേ, എന്നെയല്ല മുഹമ്മദിനെ സ്നേഹിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾ സത്യവിശ്വാസിയാവൂ എന്ന്. അതെന്തേ അള്ളാഹുവിനോട് ആ സ്നേഹം നിങ്ങൾക്ക് തോന്നാത്തത്? അതെന്തേ അള്ളാഹുവിൽ ആ സ്നേഹം ഇല്ലാത്തത്? നിങ്ങളുടെ ജീവിതത്തിൽ അള്ളാഹുവിനോടുള്ള സ്നേഹമൊക്കെ വിട്ടുപോയോ? മുഹമ്മദിനെ സ്നേഹിച്ചെങ്കിലേ നിങ്ങൾ സത്യവിശ്വാസി ആകത്തുള്ളെങ്കിൽ അത് എന്ത് സ്നേഹമാണ്? മുഹമ്മദ് ഇപ്പോഴും ഖബറിൽ കിടക്കുകയല്ലേ? സുന്നു തിർമിദിക്ക് അത് വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ആ ഖബറിൽ കിടക്കുന്ന ആളിനെയാണോ, അതോ നിങ്ങളുടെ വിശ്വാസം അനുസരിച്ച് പരലോകത്തിരിക്കുന്ന ആ ദൈവത്തെ വിശ്വസിക്കുന്നതാണ് ഏറ്റവും നല്ലത്? പക്ഷെ നിങ്ങൾക്ക് അള്ളാഹു എന്ന് പറയുന്ന ദൈവവും ഇല്ല, നിങ്ങളുടെ ദൈവ സങ്കല്പമാണ്. പക്ഷെ ഞങ്ങൾക്ക് പറയാനുണ്ട്, സ്വർഗത്തിൽ വസിക്കുന്ന, എന്നേക്ക് സ്വർഗത്തിൽ വസിക്കുന്ന, നിത്യമായി സ്വർഗത്തിൽ വസിക്കുന്ന ത്രിയേക ദൈവത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് പറയാൻ സാധിക്കും, അവൻ ജീവനുള്ള ദൈവമാണ്. ആ ദൈവത്തിലേക്ക് നിങ്ങളും തിരിയണം. കാരണം നിങ്ങളുടെ ഉള്ളിൽ ഏറ്റവും വലിയ കാരുണ്യം എന്ന് പറയുന്നത് ഞാൻ ഈ കാണിച്ച ഹദീസുകളും ഖുർആൻ ആയത്തുകളുടെ ഒക്കെ പശ്ചാത്തലത്തിൽ മറ്റുള്ളവരെ ദ്രോഹിക്കുക, ബുദ്ധിമുട്ടിപ്പിക്കുക, ഇതൊക്കെ തന്നെയാണ്. അല്ലാതെ നിങ്ങൾക്ക് വ്യക്തമായിട്ടൊന്നും ഇല്ല. ആ ചോദിച്ച സഹോദരനോട്, ആദ്യമേ എം എം മക്ബറിനോട് ചോദിച്ച സഹോദരനോട് വലിയൊരു കള്ളത്തരം പറഞ്ഞുകൊണ്ട്, പരിഹാസം നിറഞ്ഞുകൊണ്ട്, നിങ്ങളത് പറഞ്ഞപ്പോൾ നിങ്ങളുടെ ഹദീസുകളിൽ, സൊഹീഹുൽ ബുഖാരിയിൽ നിന്നും മുസ്ലിമിൽ കാണിച്ച ഹദീസുകൾ പ്രകാരം നിങ്ങൾക്കൊരു കാര്യം എന്നെ കേട്ടവർക്ക് മനസ്സിലായി, ഇസ്ലാം എന്ന് പറയുന്ന കാരുണ്യം ഇതാണ്. മനസ്സിലായോ? ഇസ്ലാം എന്ന് പറയുന്ന കാരുണ്യം ഇത് തന്നെയാണ്. അടുത്ത എപ്പിസോഡിൽ ഖുറാൻ വെച്ചുകൊണ്ട് ഇസ്ലാമിന്റെ കാരുണ്യം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞങ്ങൾക്ക് പറയാനൊരു കാര്യമുണ്ട്. പഴയ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ മലയുടെ മുകളിലേക്ക് കടന്നു പോകുമ്പോൾ, മോശ കടന്നു പോകുമ്പോൾ പറയുന്നത് മലയുടെ അടുത്തേക്ക് ആര് സമീപിക്കരുതെന്ന് പോലും പറയാണ്. കാരണം ദൈവവും മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തിന്മേൽ അത്രത്തോളം ഒരു പാപം ചെയ്ത മനുഷ്യർക്ക് അടുക്കാൻ പറ്റാത്ത ഒരു രീതി ഉണ്ടായി. എന്നാൽ പുതിയ നിയമത്തിലേക്ക് നോക്കുമ്പോൾ സ്വർഗത്തിൽ വസിച്ച കർത്താവായ യേശുക്രിസ്തു പാപം ഒഴികെ വേഷത്തിൽ മനുഷ്യനായി ഭൂമിയിലേക്ക് കടന്നു വന്ന് മനുഷ്യരുടെ ഇടയിൽ ജീവിച്ചുകൊണ്ട് ആ പാപത്തിൽ ജീവിച്ചവരെ പാപത്തിന്റെ വശത്തിൽ നിന്നും മാറ്റി നിത്യജീവൻ അവകാശികളാക്കി മാറ്റിയ ആ കർത്താവായ യേശുക്രിസ്തുവിനെ പറ്റി ഞങ്ങൾക്ക് പറയാൻ ഒട്ടനവധി കാര്യങ്ങളുണ്ട്. ആരുടെ മുമ്പിൽ ഞങ്ങൾക്ക് തലകുനിക്കേണ്ട കാര്യമില്ല. തലയുയർത്തി നട്ടല് നിവർത്തി തൻ്റെ ഇടത്തോടെ പറയാൻ പറ്റും, ഞാനൊരു ക്രിസ്തുവിനെ സ്വീകരിച്ചിരിക്കുന്ന, ക്രിസ്തുവിനെ പിൻപറ്റുന്ന ഒരു സത്യക്രിസ്ത്യാനിയാണെന്ന് പറയാൻ എന്നെ പോലുള്ളവർക്ക് എല്ലാവർക്കും സാധിക്കും. പക്ഷെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ എം എം സാഹിബേ, അല്ലെങ്കിൽ എന്നെ കേട്ട മുസ്ലിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ ഖുറാന്റെ അകത്ത് പറയുന്നുണ്ടല്ലോ ഉത്തമ മാതൃകയുള്ള ആളാണ് മുഹമ്മദ്. നിങ്ങൾക്ക് ആ ഉത്തമ മാതൃകയുള്ള മുഹമ്മദിനെ പിൻപറ്റി എത്ര മുസ്ലിങ്ങൾ ജീവിക്കുന്നുണ്ട്? എത്ര മുസ്ലിങ്ങൾ ജീവിക്കുന്നുണ്ട്? ഞങ്ങൾക്ക് പറയാൻ പറ്റും, ഞങ്ങൾക്കൊരു മാതൃക വെച്ചിട്ട് പോയ ഒരു സത്യമായ ഒരു ദൈവമുണ്ട്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും എന്ന് പറഞ്ഞ ആ സത്യദൈവത്തിന് പിന്നാലെ സഞ്ചരിക്കാൻ നിങ്ങളെ എല്ലാവരെയും ഞാൻ ആഹ്വാനം ചെയ്യുന്നു. ജീവനുള്ള ദൈവമായ ക്രിസ്തു നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ. കാരണം ഞങ്ങൾക്ക് ഏറ്റവും വലിയതെന്ന് വെച്ചാൽ നിങ്ങൾ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കണം. കർത്താവായ യേശു ക്രിസ്തു ആകുന്ന സുവിശേഷത്തിൽ വിശ്വസിക്കണം. ആ സുവിശേഷത്തിൽ വിശ്വസിച്ച് നിത്യജീവൻ അവകാശികളായി തീരുവാൻ ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു സംഭവം ഉണ്ടാകുമെങ്കിൽ ആ ജീവനുള്ള ദൈവത്തെ, നിങ്ങളോട് സംസാരിക്കുന്ന, നിങ്ങളുടെ പ്രാർത്ഥനകളെ കേൾക്കുന്ന, നിങ്ങളുടെ യാചനകളെ അറിയുന്ന, നിങ്ങളുടെ ഹൃദയവിചാരങ്ങളെ അറിയുന്ന ആ ജീവനുള്ള ദൈവത്തിന്റെ അടുത്തേക്ക് നിങ്ങളെ ഞങ്ങൾ ക്ഷണിക്കുകയാണ്. ജീവനുള്ള ദൈവം എന്നെ കേട്ട എല്ലാവരെയും അടുത്ത പ്രാവശ്യം കാണും വരെ നിങ്ങളെല്ലാവരെയും ദൈവം തൻ്റെ ചിറകിൻ കീഴിൽ മറയ്ക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ.